ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ 6 സഹോദരങ്ങളെക്കുറിച്ചാണ്. ഭഗവാന്റെ 6 സഹോദരങ്ങൾ ആരൊക്കെയാണെന്നും അവരുടെ ഐതിഹ്യവും പല കഥകളും പ്രചാരത്തിലുണ്ട്. എങ്കിലും കൂടുതൽ പ്രസിദ്ധമായ ഈ ഒരു കഥ കേൾക്കാം. ഏവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സപ്തമഹർഷിമാരിൽ മരീചി മഹർഷിക്ക് 6 പുത്രന്മാർ ജനിക്കേണ്ടായി. എന്നാൽ ഒരിക്കൽ ദേവലാമുനിയുടെ ശാപത്താൽ ഇവർക്കൊരു ജന്മം അസുരകുലത്തിൽ ജീവിക്കേണ്ടി വന്നു. എന്നാൽ ദേവാലയമുനിയുടെ കാരുണ്യം കൊണ്ട് അസുരകുലത്തിൽ ജനിച്ചാലും ഇവർ ബ്രഹ്മനിഷ്ഠയുള്ളവരായിരിക്കുമെന്നൊരു അനുഗ്രഹം കിട്ടേണ്ടായി. ദേവാസുര യുദ്ധത്തിൽ മഹാവിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട കാലനേമി പിന്നീട് ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ട് ജനിച്ചു. കാലനേമിയാണ് തൻ്റെ മകനായിട്ട് ജനിച്ചത് എന്നറിഞ്ഞ ഹിരണ്യകശിപു അതേ പേരിൽ തന്നെ മകനെ വളർത്തി. പിന്നീട് കാലനേമിക്ക് മക്കളായിട്ട് ദേവാലയമുനിയുടെ ശാപം കിട്ടിയ ആ മരീചി മഹർഷിയുടെ 6 പുത്രന്മാർ, അതായത് ഹംസൻ, സുവിക്രമൻ, ക്രതൻ, ദമനൻ, രിപുമർദ്ദൻ, ക്രോധഹന്തൻ എന്ന പേരുകളിൽ ജനിച്ചു. പിന്നീട് മുത്തച്ഛനായ ഹിരണ്യകശിപുവിനെ ഭയന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ ബ്രഹ്മനിഷ്ഠയോടുകൂടി ജീവിച്ചു പോന്നിരുന്ന മകനായ കാലനേമിയുടെ മക്കളെ ഹിരണ്യകശിപു നിങ്ങളുടെ പിതാവിനാൽ തന്നെ കൊല്ലപ്പെടുമെന്ന് ശപിക്കുന്നു. തുടർന്ന് ഈ ഒരു കാര്യം അവർ ബ്രഹ്മദേവനോട് ചെന്ന് പറയുകയും ഈ ജന്മത്തിൽ പിതാവിനാൽ കൊല്ലപ്പെടുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അടുത്ത ജന്മത്തിൽ പിതാവല്ലാത്ത അവസ്ഥയിൽ മരീചിയാൽ കൊല്ലപ്പെട്ടാലും തങ്ങൾക്ക് പരാതിയില്ല എന്നും പറയുന്നു. പിന്നീട് ബ്രഹ്മദേവൻ അവരോട് ദേവകുല മാതാവായ അദിതിയുടെയും ദേവവംശപിതാവായ കശ്യപനും ഭൂമിയിൽ ജനിക്കുമെന്നും നിങ്ങൾ പിന്നീട് അവർക്ക് മക്കളായിട്ട് ജനിച്ച ശേഷം ഈ ജന്മത്തിലെ നിങ്ങളുടെ പിതാവായ കാലനേമിയാൽ വധിക്കപ്പെടട്ടെ എന്നും ഒരു ഇളവ് നൽകി. പിന്നീട് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവായിട്ട് ഏറ്റുമുട്ടുന്ന കാലനേമി വധിക്കപ്പെടുകയും കംസൻ എന്ന പേരിൽ ഭൂമിയിൽ വീണ്ടും ജനിക്കുകയും ചെയ്തു. തങ്ങളുടെ പിതാവായ കാലനേമി ഭൂമിയിൽ ജനിച്ചു എന്ന് മനസ്സിലാക്കിയ കാലനേമിയുടെ പുത്രന്മാരെന്തു ചെയ്തു? അഗ്നിയിൽ ജീവത്യാഗം ചെയ്ത് ശരീരം ഉപേക്ഷിച്ചു. പിന്നീട് ദേവമാതാവായ അദിതി ദേവകി എന്ന പേരിൽ കംസന്റെ സഹോദരിയായിട്ട് ജനിക്കുകയും അവളെ മാരീഷ എന്ന നാഗരാജകുലത്തിലെ കുമാരിയെ വിവാഹം കഴിച്ച ശൂരസേനൻ്റെ പുത്രനായ വസുദേവർ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ദേവകി അമ്മയ്ക്ക് വസുദേവരിൽ ജനിക്കുന്ന കുട്ടി തന്നെ വധിക്കുമെന്നറിഞ്ഞ കംസൻ പിന്നീട് അവരെ തൻ്റെ കൊട്ടാരത്തിലെ തടവറയിൽ പാർപ്പിക്കുന്നു. തുടർന്ന് മുൻജന്മത്ത് കാലനേമിയുടെ പുത്രന്മാരായിരുന്ന 6 മക്കളും പിന്നീട് ദേവകിയുടെ മക്കളായി ജനിച്ചു. മുൻജന്മത്തിലെ കാലനേമിയായിരുന്ന കംസൻ അവരെ കൊന്നുകളയുകയും ചെയ്തു. ശേഷം ദേവകിക്ക് വസുദേവരിൽ ജനിച്ച പുത്രനാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ. പിന്നീട് ഭഗവാനാൽ കംസനും കൊല്ലപ്പെടുന്നു. ഇനി ഈ കാലനേമി നിരവധി തവണ അസുരകുലത്തിൽ ജനിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും അദ്ദേഹം ആരുടെയെങ്കിലും കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടും ഉണ്ട്. രാമായണത്തിൽ കാലനേമിയുടെ അന്തകൻ മഹാവീര ഹനുമാനാണ്. മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിലും കാലനേമി ദേവിയാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ 6 സഹോദരന്മാരുടെ കഥയായിട്ട് ഏറ്റവും പ്രചാരമുള്ള കഥ, ഐതിഹ്യം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ഹരേ ഗുരുവായൂരപ്പ ശരണം.